ഹൗ ഡെയർ യു? നിനക്ക് മനസ്സിലാവുന്നുണ്ടോ നീ ഒരു മര്യാദയില്ലാതെയാ പെരുമാറുന്നതെന്ന്? എന്റെ മകന് ടാലന്റ് ഉള്ളതുകൊണ്ടാ ഈ ജോബ് കിട്ടിയത്. സാഡ്, പക്ഷെ സത്യം ഇതാണ്, ടാലന്റിന്റെ കൂടെ മര്യാദ എന്ന് പറയുന്ന കാര്യം കൂടി ഉണ്ട്. എന്റെ മകന്റെ സക്സസ് കണ്ടാ ഇവളിപ്പോ ഇവിടെ വന്നിരിക്കുന്നത്. ആര് കണ്ടു 3 വർഷം ദുബായില് ഏതൊക്കെ ഷെയ്ഖിന്റെ കൂടെ ആ അഴിഞ്ഞാട് നടന്നിരുന്നതെന്ന്? അല്ല, പൈസക്ക് വേണ്ടി ഇവളെ എന്തൊക്കെ വിറ്റിട്ടുണ്ടാവും. ഇപ്പൊ എന്താ പൈസയൊക്കെ തീർന്നോ? അതിനാണോ എന്റെ മോന്റെ പിന്നാലെ വന്നേക്കുന്നത്? ഇനി നിങ്ങളുടെ വായ കൊണ്ട് എന്നെ പറ്റി എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, ജീവിതകാലം മുഴുവൻ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. നീ ആരോടാ സംസാരിക്കുന്നറിയോ? ഇത് നിന്റെ അമ്മയോട് ആദ്യം പറ. നിനക്ക് എന്തിന്റെ പ്രശ്നമാണ്? ഞാൻ എന്റെ കേപ്പബിലിറ്റിയും ഹാർഡ് വർക്കും കൊണ്ടാണ് ഇത്രയും വലിയൊരു ടോപ്പ് ഹോട്ടൽ ചെയിന്റെ CFO ആയത്. നിനക്കത് മനസ്സിലായോ? വെയിറ്റ്, ഐ നോ വാട്ട് യു വാണ്ട്. നിനക്ക് പൈസയല്ലേ വേണ്ടത്? പറ, നിനക്ക് എത്ര പൈസ വേണം? ഋഷി, നിന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ നിന്നെ കാണാനാ ഇവിടെ വന്നേ, അല്ലാതെ എനിക്ക് പൈസയുടെ ആവശ്യമില്ല. Here we go again. ശരി, നീ ഇവിടുന്ന് പോകാൻ വേണ്ടി നിനക്ക് ഞാൻ ഒരു 50 ലക്ഷം രൂപ തരാം. ഋഷി, എന്താ തെറ്റിദ്ധാരണ? ഓ, എന്താ കുറഞ്ഞു പോയോ? ശരി, 1 കോടി തരാം. ഋഷി ലിസൺ. അതും കുറഞ്ഞു പോയോ? ശരി, ഐ ആം ജനറസ്. 2 കോടി. കം ഓൺ ഋഷി, ഇവൾക്ക് ഇതിനുള്ള എന്ത് യോഗ്യതയുള്ളത്? Then how about 5 crores? ഇത്ര മതിയാവോ നിന്റെ ഈ ചെറിയ ജീവിതം ജീവിക്കാൻ? ഇത്ര കാശ് പോരെ? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അടുത്ത 7 ജന്മം ഒരുമിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞ ആ ഋഷി തന്നെയാണോ ഇത്? എന്റെ ടൈമും എഫേർട്സും ഒന്നും നീ മനസ്സിലാക്കുന്നില്ലല്ലോ. ഹലോ, നിന്റെ ഈ ഡ്രാമയൊക്കെ ഉണ്ടല്ലോ വേറെ എവിടെങ്കിലും പോയി ഇറക്കാം. കാണാൻ ഇപ്പോഴും ചെറുപ്പൊക്കെ തന്നെയാണല്ലോ. നിനക്ക് വേണ്ടി പൈസയൊക്കെ ഇറക്കാൻ ഒരുപാട് ആൾക്കാരും ഉണ്ടാവും. എന്റെ മോന്റെ ജീവിതത്തിലേക്ക് വേറൊരാൾ വന്നിട്ടുണ്ട്. സോ പ്ലീസ് ലീവ്. ഋഷി, സത്യം ഇതൊക്കെ വെറുതെ അല്ലേ? നീ ഞാൻ ഒരിക്കലും ഒരുമിച്ച് ജീവിക്കും. എന്റെ ജീവിതത്തിൽ ആകാശത്ത് നിന്നും ഒരു മാലാക കടന്നു വരും, അല്ലാണ്ട് ചെളിവെള്ളത്തിനുള്ള മീനല്ല. മനസ്സിലായോ? അപ്പൊ നീ എന്നോട് കള്ളം പറഞ്ഞു, എന്നെ ചതിച്ചു, എന്റെ ഹൃദയം തകർത്തു. നീ പറഞ്ഞ ആളെ എനിക്കൊന്ന് കാണണം. അവള് കാരണമല്ലേ നീ എന്നെ വേണ്ടെന്ന് വെക്കുന്നേ? ആലിയ ആഹൂജ. ജയ്സിംഗ് ഗ്രൂപ്പ് ഓഫ് ഹോട്ടലിന്റെ MD ദീപ് ആഹൂജയുടെ മകൾ. വേണമെന്ന് വെച്ചാൽ നിന്നെ തന്നെ വിലക്ക് വാങ്ങാം. ഞാൻ ഉപയോഗിക്കുന്ന നെയിൽ പോളിഷിന് പോലും നിന്റെ CTC ക്കാളും വിലയുണ്ട്. ഹായ്.